ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് വന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അരി വരുന്നതും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക കേട്ടോ. വെള്ളത്തിലേക്ക് കുറച്ച് കറുവപ്പട്ടിയും അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളക്കുന്നതിന് വെയിറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് അരി ഞാൻ ഈ ഒരു പാട്ടിൽ പകുതി ഭാഗം വന്നിട്ട് അരി എടുക്കുന്നതും ആ വെള്ളം നന്നായിട്ട് തിളക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ചെറുള്ളി നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല, ചെറുള്ളി നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ അരി തിളച്ചതിന് ശേഷം അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതാ വെന്ത് വരും കേട്ടോ. ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കത് ഊറ്റിക്കളയാം. അതായത് അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഊറ്റിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുക്കറിൽ വെക്കണമെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ 2 ഉള്ളി, അതുപോലെ ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ബീൻസ്, ഇത്ര ഐറ്റംസ് വന്നിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്യിലാണ് കേട്ടോ വഴറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നെയ്യിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി കുറച്ച് വഴറ്റിയതിന് ശേഷം നമുക്കിതൊക്കെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. കാരണം ക്യാരറ്റൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. കുറച്ച് വാടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തു. ഏകദേശം ഒരു 3 മുട്ടയാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗ്രീൻ പീസൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഓപ്ഷനിലാണ്, ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ റൈസിൽ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിലേക്കും കുറച്ച് ഗരം മസാല പൊടി, പിന്നെ കുറച്ചൊരു മുളക് പൊടി, കുഞ്ഞിക്കായതുകൊണ്ട് അധികം ഇടുന്നില്ല, കുറച്ചൊരു മുളക് പൊടി, പിന്നെ കുറച്ച് സോസും കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ട്രൈ ആക്കി വെക്കാം കേട്ടോ. ബൈ ബൈ.